സോ മച്ച്. ഇപ്പൊ എല്ലാവരും റെഡി അല്ലേ? യെസ്, ഭയങ്കര സന്തോഷം. എല്ലാവരും എയർ ഫ്രഷ് ഷേക്ക് ഒക്കെ എടുത്തുല്ലോ അല്ലേ? യെസ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒരു റിക്വസ്റ്റ്, കാരണം ഇതൊരു ഓൺലൈൻ പ്രോഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അറ്റൻറ്റീവ് ആയിട്ടിരിക്കണം. എങ്ങനെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒരു നോട്ട്ബുക്ക് ഒരു പെന്നൊക്കെ കരുതി അറ്റൻറ്റീവ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മ്യൂട്ട് ബട്ടൺ ഓഫ് ചെയ്യുക. എന്നാലോ ക്യാമറ ഓൺ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടോ ഇത് കാണാതിരിക്കാൻ ശ്രമിക്കുക. എന്താ, നമ്മുടെ ജീവൻ അല്ലേ, അത് അമൂല്യാണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ദീപ്തി സന്തോഷ്, വയസ്സ് 44, ഇടുക്കി ജില്ലയിലുള്ള മറയൂരിലെ എസ്ഫിറ്റ് ന്യൂട്രീഷൻ ക്ലബിൽ നിന്നാണ് ഞാൻ കണക്ട് ആയിരിക്കുന്നത്. അപ്പോ ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വേരിക്കോസ് വെയിൻ ആണ്. അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ് എടുത്തിരുന്നു. ആ ക്ലാസ് നെറ്റ് ഇഷ്യൂസ് കൊണ്ട് തന്നെ ശരിക്കും ആർക്കും മനസ്സിലായിട്ടില്ല. ഒന്നുകൂടി ഒന്ന് പറയണേന്ന് ഒരുപാട് പേര് എന്നോട് വെൽനസ് സെമിനാറിന് കണ്ടപ്പോ റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോവാണേ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് എന്താ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചാണ് പറഞ്ഞത്. എവിടെ, വായ തൊട്ട് മലാശയം വരെ ഉള്ളതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. ഇത് ഏകദേശം ഒരു 9 മീറ്റർ നീളമാണ് ഈ ഒരു സിസ്റ്റത്തിനുള്ളത്. അപ്പൊ നമ്മള് വായ തുറന്നു. വായ തുറക്കുമ്പോ എന്താ, നിറയെ പല്ലുകൾ ഉണ്ടല്ലേ, ദന്തമുകുളങ്ങൾ. എങ്ങനെ, പല ഷേപ്പിലുള്ളതാ. കടിച്ചു മുറിക്കാനുണ്ട്, ചവച്ചരയ്ക്കാനുള്ളതുണ്ട്, പയ്യെ പൊട്ടിക്കാനുള്ളതുണ്ട്. ഇങ്ങനെ പല ഷേപ്പിലാണ് പല്ലുകൾ ഉള്ളത്. അപ്പോ നമ്മൾ ആഹാരം വായിലേക്ക് കൊടുക്കുമ്പോ അത് പല്ല് മാത്രമേ ഉള്ളെങ്കിൽ പൊടിയത്തേ ഉള്ളൂ. എന്ത് ചെയ്യണം, അവിടെ വെള്ളം വേണം അല്ലെ, അരയണമെങ്കിൽ വെള്ളം വേണം. അപ്പൊ നമ്മുടെ തലച്ചോറ് എന്ത് ചെയ്യും, ഇൻഫർമേഷൻ കൊടുക്കും. ആർക്ക്, ആമാശയത്തിന് ഇൻഫർമേഷൻ കൊടുക്കും, പെട്ടെന്ന് വെള്ളം എത്തിക്ക്. അപ്പൊ എന്ത് ചെയ്യും, ഉമിനീർ ഗ്രന്ഥി വഴി ആമാശയം വെള്ളത്തെ അവിടെ എത്തിക്കും, ഉമിനീരിനെ എത്തിക്കും. അപ്പൊ ഒരു ദിവസം 1.5 ലിറ്റർ വരെ ഉമിനീര് ഉണ്ടാകൂട്ടോ. ആഹാരം ചെല്ലുമ്പോ മാത്രമല്ല, നമ്മൾ എന്തിനെ കുറിച്ചെങ്കിലും ആലോചിച്ച് ഒരു ഇഷ്ടം തോന്നിയാൽ കൂടി ഉമിനീര് ഉണ്ടാകും. അപ്പോ അതിന് നാക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും അല്ലെ, ഇങ്ങനെ അരഞ്ഞു കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഏകദേശം 30 തൊട്ട് 50% വരെ നമ്മുടെ നാവിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും, ഈ ആഹാര സാധനങ്ങൾ നന്നായിട്ട് ചവച്ചരയും. അരഞ്ഞിട്ട് ഇത് നേരെ നമ്മൾ പോകുന്ന എങ്ങോട്ടാന്നറിയോ, അടുത്തത് അന്നനാളത്തിലേക്കാണ് പോണേ. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാന്നറിയോ, അന്നനാളവും ശ്വാസനാളവും അടുത്തടുത്തായി ഇരിക്കണേ. അപ്പൊ ഈ അരച്ച ആഹാരങ്ങളെ ഇങ്ങനെ തട്ടിവിടാനായിട്ട് അവിടെ കുറുനാക്ക് ഇരിപ്പുണ്ട്. അന്നനാളത്തിലേക്ക് തന്നെ നീങ്ങി പോകാൻ വേണ്ടിയിട്ട് ഒരു കുറുനാക്ക് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഒരിക്കൽ ഈ കുറുനാക്കിന് ഒരു മിസ്റ്റേക്ക് പറ്റുമ്പോഴാണ് എന്ത്, ശ്വാസകോശത്തിലേക്ക് ആഹാര സാധനങ്ങൾ കയറുന്നത്. അങ്ങനെ മരണം വരെ സംഭവിക്കാം. അപ്പൊ ദയവ് ഇത് നിങ്ങളോട് പറയുന്നു, ആഹാരം കഴിക്കുമ്പോ നമ്മൾ ഫോൺ മാറ്റി വെക്കുക, ടിവിയിലേക്കുള്ള ശ്രദ്ധ കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണോന്ന് വെച്ചാ, കഴിക്കുന്നത് കൈവച്ച് തന്നെ വാരി കഴിക്കുക. എന്തിനാന്നറിയോ, ചൂടുണ്ടോന്ന് അറിയാനും ആ കൂടെ നമ്മുടെ അളവറിയാനും. അതുപോലെ വായിൽ ചവച്ചരച്ച് ആസ്വദിച്ച് കഴിക്കുക. അപ്പോഴാണ് നമ്മുടെ ദഹനം കറക്റ്റ് ആവണമെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒബേസിറ്റിയും പരിഹരിക്കും. എന്താന്ന് വെച്ചാൽ നമ്മുടെ അളവ് നമ്മൾ അറിയും. ഓക്കെ, നമ്മൾ അവിടുന്ന് അന്നനാളത്തിലേക്ക് ആഹാരത്തിനെ വിട്ടു. അന്നനാളത്തിന്റെ പ്രത്യേകത 20 സെന്റിമീറ്റർ ആണ് അന്നനാളത്തിന്റെ നീളം. പിന്നെ ഇലാസ്തികതയുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങള് ഏത് ഷേപ്പിലാണോ, കടിച്ചു മുറിച്ചാണോ ചവച്ചരച്ചാണോ, ആ ഷേപ്പില് മാറിക്കൊടുക്കാനുള്ള ഇലാസ്തികതയുണ്ട്. ശരി, അത് കഴിഞ്ഞ് നേരെ പോകുന്ന ഏതാ, ആമാശയത്തിലേക്കാണ് പോണേ. ആമാശയത്തിന്റെ പ്രത്യേകത ഒരു സഞ്ചി പോലെ ഏകദേശം 1.5 ലിറ്റർ തൊട്ട് 2 ലിറ്റർ വരെ അരച്ച ആഹാരങ്ങളെ സേവ് ചെയ്യാൻ അതിന് സാധിക്കും. അപ്പോ അതിനകത്ത് ഒരു തരം ആസിഡ് ഉണ്ട്. ആ ആസിഡിന്റെ പേരാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത് നമ്മുടെ ശരീരത്തെ എവിടെയെങ്കിലും ഒന്ന് തൊട്ടുണ്ടല്ലോ വല്ലാതെ പൊള്ളിപ്പോകും. അപ്പൊ ഈ ആമാശയത്തിന് ആ പൊള്ളലേൽക്കാതിരിക്കാൻ ഒരു തരം ദ്രാവക രൂപത്തിലുള്ള ഒരു സംഭവം കൊണ്ട് ഇങ്ങനെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ അരഞ്ഞ് ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ ചേർന്ന് എന്തിനാ, ദഹിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അവിടുന്ന് നേരെ ചെറുകുടലിലേക്ക് പോകും. അപ്പൊ ഈ ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്ക് പോകാനായിട്ട് ഒരു ട്യൂബ് ഉണ്ട്.
ആ ട്യൂബിലേക്ക് കയറുമ്പോ എന്ത് ചെയ്യും, നമ്മുടെ പാൻക്രിയാസ് എന്ത് ചെയ്യുമെന്നറിയോ, ഒരു തരം എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു തരം ആസിഡിനെ. എന്തിനാന്നറിയോ, അവിടെ ശ്രദ്ധിച്ചോണേ, നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പ്രോട്ടീനുള്ള ഭയങ്കര ഹൈ പ്രോട്ടീനെ ദഹിപ്പിക്കാനുള്ള എൻസൈംസിനെ തരുന്ന ആളാണ് പാൻക്രിയാസ്. അങ്ങനെ അവിടുന്ന് അതുമായിട്ട് നേരെ നമ്മുടെ കരളിലെത്തുമ്പോ പിത്തരസവും കൂടെ ചേർന്നിട്ട് മിക്സ് ആയി നേരെ ഇങ്ങോട്ട് പോവും, ചെറുകുടലിലേക്ക് പോവും. ഈ ചെറുകുടലിലേക്ക് പോകുമ്പോ ഉള്ള എങ്ങനെയാണെന്നറിയോ, ആ ട്യൂബിൽ നിന്ന് പോകുന്ന ഒരു 20 സെക്കൻഡില് ഒരു പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ ആ ആഹാരം അരച്ചത് അതിലേക്ക് പോവുള്ളൂ. അങ്ങനെ ഏകദേശം 3 മണിക്കൂർ തൊട്ട് 5 മണിക്കൂർ വരെ വേണം ഈ പ്രോസസ്സ് ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ചെറുകുടലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ചെറുകുടല് സൂക്ഷ്മ നാര് പോലെ വിരലിന്റെ രൂപത്തില് ഇങ്ങനെ വല പോലെയാണ് ആ ചെറുകുടലിന്റെ ഉൾവശം മൊത്തം ഇരിക്കണേ. അപ്പൊ ഈ ആഹാരം അതിലേക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് കിടന്ന് ഡൈജസ്റ്റ് ആയി എന്ത് ചെയ്യും, നമുക്ക് വേണ്ട വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എല്ലാം ഡിവൈഡ് ചെയ്യുന്നത് ആ ചെറുകുടലിൽ വെച്ചാ. എന്നിട്ട് ആൾ എന്ത് ചെയ്യും, നേരെ ബ്ലഡിലൂടെ നമുക്ക് എവിടെയൊക്കെ ഏതൊക്കെ അവയവങ്ങൾക്കാണോ വേണ്ടത് അങ്ങോട്ടേക്ക് എത്തിക്കും. അത് കഴിഞ്ഞ ബാക്കിയുള്ള അച്ചവും നേരെ എന്ത് ചെയ്യും, വൻകുടലിലേക്ക് എത്തും. വൻകുടലിലേക്ക് എത്തുമ്പോ ബാക്കിയുള്ള ജലാംശത്തെ കൂടി വലിച്ചെടുത്തിട്ട് നേരെ മലാശയത്തിലേക്ക് വിടും. അങ്ങനെയാണ് അത് വേസ്റ്റ് പുറന്തള്ളുന്നത്. ഇതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇത് നടക്കാൻ ഏകദേശം ഒരു 24 മണിക്കൂർ അല്ലെ 30 തൊട്ട് 72 മണിക്കൂർ വരെ വരും. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള പ്രോട്ടീനോ അല്ലെ ഹൈ പ്രോട്ടീനോ നമ്മൾ കഴിക്കുന്ന ആഹാരം പോലെ ഇരിക്കും ആ ദഹനത്തിന്റെ വ്യത്യാസം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, രാത്രി ഉറങ്ങുമ്പോ നമ്മള് ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പ് വേണം ഫുഡ് കഴിക്കാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് എന്ത് പ്രോസസ് ആണോ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന അങ്ങോട്ടേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒത്തിരി ആകും. അപ്പൊ നമ്മൾ ഉച്ച സമയത്ത് ആഹാരം കഴിക്കുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും. കാരണം എന്നാന്ന് വെച്ചാൽ എല്ലാ പാർട്സിലെ സർക്കുലേഷൻ ഈ വയറിലേക്ക് എടുക്കും, അതൊന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ചെറിയ ടയേർഡൊക്കെ ഫീൽ ചെയ്യും. സെയിം രാത്രിയിലും ഇത് തന്നെ. അപ്പൊ നമ്മുടെ തലച്ചോറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, രാത്രി നമ്മുടെ ബോഡിയിലെ അവയവങ്ങളൊക്കെ സെറ്റ് ആണോ ഫിറ്റ് ആണോ എന്നൊക്കെ നോക്കേണ്ട ജോലി അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഈ വേസ്റ്റിനെ പുറന്തള്ളുന്ന ജോലിയും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ സമയത്ത് ആഹാരം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ ഫുള്ള് വയറിലേക്ക് വരും. വയറിലേക്ക് വരുമ്പോ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ നടക്കേണ്ട ജോലിയൊക്കെ അവതാളത്തിലാകും, നടക്കില്ല. അങ്ങനെ വർഷങ്ങൾ കഴിയുമ്പോ അൺഹെൽത്തി സിറ്റുവേഷൻ. അപ്പോ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അപ്പൊ അങ്ങനെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ കാര്യം തീർന്നു. ഈ സംഭവം പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡൈജസ്റ്റീവ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്ക് തന്ന കുറേ ഫുഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. എന്താ, ഫസ്റ്റ് ഫൈബർ, റിച്ച് ഫൈബർ എന്നാ പറയണേ അല്ലെ. ഫൈബർ ഞാൻ പറഞ്ഞിരുന്നു, കാക്കയുടെ ജോലിയാണ് ഫൈബർ ചെയ്യുന്നത്. എന്താ, ടൗൺ ഏരിയയിലെ വേസ്റ്റ് ഒക്കെ കൊത്തിപ്പെറുക്കി ഇല്ലേ, സെയിം നമ്മുടെ ശരീരത്ത് മുടി പോലും ചുറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ വേസ്റ്റിലേക്ക് എത്തിക്കും എന്നാ പറയണ. അത്ര പ്യുവറാണ് ഫൈബറിന്റെ ഗുണം. അതുപോലെ തന്നെ പ്രൊബയോട്ടിക് ഞാൻ പറഞ്ഞിരുന്നില്ലേ, സൂപ്പറാണ് പ്രൊബയോട്ടിക്. എന്താണ്, ഇപ്പോ നമ്മുടെ രാജ്യത്തെ ആൾക്കാർ തന്നെ തീവ്രവാദികളാകും. എന്നിട്ട് അവരെന്ത് ചെയ്യും, നമ്മുടെ രാജ്യത്തുള്ളവരോട് തന്നെ യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മുടെ വയറിൽ നടക്കണേ. എന്താ, മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാ നമ്മുടെ വയറ് തന്നെ നമുക്ക് ഭയങ്കര ഒരുമാതിരി ഇറിറ്റേഷൻ തോന്നും. കാരണം ഗുഡ് ബാക്ടീരിയാസ് ഉണ്ട്, ബാഡ് ബാക്ടീരിയാസ് ഉണ്ട്. ഇങ്ങനെ അല്ലേ, നമ്മളൊരു മാങ്ങാപ്പഴം ചെത്തി അതിനകത്ത് പുഴുണ്ട് എന്ന് കളയും. അത് ഗുഡ് പ്രോട്ടീൻ ആണെന്നാ പറയുന്നത്, എന്നാ പോലും നമ്മളത് തൊടില്ല. അപ്പൊ നമ്മുടെ വയറിനുള്ളിൽ ഈ സിസ്റ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഈ ഒരു ഗുഡ് നമ്മുടെ കയ്യിലിരിപ്പുണ്ട് ശരിക്കും. എന്ന് വെച്ചാൽ സമയത്ത് ആഹാരം കഴിക്കില്ല, പിന്നെ വാരി വലിച്ചുള്ള ആഹാരം കഴിക്കല്, പിന്നെ എന്ത് ചെയ്യും, നമ്മൾ വയററിയാതെ കഴിക്കണു, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരം. ഇങ്ങനെ ചെന്ന് കഴിയുമ്പോ എന്ത് ചെയ്യൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആഹാര സാധനങ്ങൾ അവിടെ കിടന്ന് ദഹിക്കാതെ നമ്മുടെ അവയവങ്ങൾക്ക് തന്നെ ദോഷാകുന്ന ഒരുതരം കെമിക്കൽ റിയാക്ഷൻ അവിടെ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയാണ് ഈ ഗുഡ് ബാക്ടീരിയാസിനെ തിന്നുന്നത് ബാഡ് ബാക്ടീരിയ. അപ്പൊ നമ്മുടെ വയറിന് ഇഷ്യൂ തുടങ്ങും.
തുടങ്ങും. ആ സമയത്ത് നമ്മള് പ്രൊബയോട്ടിക് കഴിച്ചാല് ആ ഒരു സാക്ഷെ പാക്കറ്റിൽ 2 ബില്യൺ ഗുഡ് ബാക്ടീരിയാസ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞു ഇതിന്റെ ഉള്ളു മൊത്തം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആന്ന് പറഞ്ഞൂല്ലേ, പക്ഷേ അതില് പോലും ഒരു പോറലും പറ്റാതെ ഉള്ളിലേക്ക് എത്താൻ പാകത്തിന് നമ്മുടെ ഈ പ്രൊബയോട്ടിക് സെറ്റ് ആക്കി വെച്ചേക്കുക. അതാണ് ഗുഡ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മള് നമ്മുടെ അലോ ഡ്രിങ്ക് അല്ലെ, അലോ ഡ്രിങ്ക് ഞാൻ പറഞ്ഞു നമ്മുടെ ബോഡിയിലെ ഹീറ്റിനെ ഇല്ലാണ്ടാക്കും, ഒരു സെമി ഫ്രിഡ്ജ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദഹനത്തെ സൂപ്പർ ആക്കും. എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റ് ആകും. എങ്ങനെയാ നമ്മുടെ സ്കിൻ പോണേന്ന് അറിയോ? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കറക്റ്റ് അല്ലെങ്കിൽ താരൻ, മുടി കൊഴിച്ചില്, പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോഴോ സ്കിന്നിൽ ഇങ്ങനെ വട്ടം ഒരുമാതിരി ബുദ്ധിമുട്ടുകള്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് വന്നാലോ അടുത്ത് നിൽക്കാൻ പറ്റില്ല, വായിൽ സ്മെല്ലായിരിക്കും, നീങ്ങി നിൽക്കാൻ പറയാം, അല്ലെ നമ്മൾ മാറിപ്പോകും. അത് കഴിഞ്ഞാലോ നേരെ പോകുമ്പോ അൾസർ, ഗ്യാസ്ട്രിക്, നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഈവൻ നമ്മുടെ കാലിലുണ്ടാവുന്ന വിണ്ട് കീറല് വരെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ആശ്രയിച്ചിരിക്കുക എന്ന് പറയും. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പെർഫെക്റ്റ് ആക്കി വെക്കണം. ഇത് ഇത്ര വ്യക്തമാക്കി പറയാൻ കാരണം ഇന്ന് നമ്മൾ പറയുന്ന ആ സബ്ജക്റ്റുമായിട്ട് ഇതിന് ഭയങ്കര ബന്ധമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ വ്യക്തമായിട്ട് പറയണേ. അപ്പൊ നമ്മള് ഡൈജസ്റ്റീവ് സിസ്റ്റം കറക്റ്റ് ആയിരിക്കണം, എപ്പോഴെന്ത് ചെന്നാലും ദഹിക്കാൻ പാകത്തിന് സിസ്റ്റം ഓക്കെ ആയിട്ടിരിക്കണം. ഇങ്ങനെ നമുക്കൊരു കുറെ ഗുഡ് പ്രോഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, നമ്മളത് ഉപയോഗിച്ചാൽ മാത്രം മതി. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞേ. ഇനിയിപ്പൊ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ വേരിക്കോസ് വെയിൻ. എന്താണ് വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്? ആ വെയിൻ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അറിയാം അല്ലെ, വെയിന് പറ്റുന്ന എന്തോ പ്രശ്നമാണ് വേരിക്കോസ് വെയിൻ. ഈ വേരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് കുറെ കാലുകൾ ഓർമ്മ വന്നിട്ടുണ്ടാവും ഇല്ലേ, നമ്മൾ കണ്ടിട്ടുള്ള കുറെ കാലുകൾ ഓർമ്മ വരും. യെസ്, അപ്പോ ഈ വെയിന്റെ ഒരു പ്രത്യേകത എന്താ വെയിന്റെ ധർമ്മം എന്നൊന്ന് നമുക്ക് നോക്കിയാലോ. ബ്ലഡിനെ എല്ലാ അവയവങ്ങളിൽ നിന്ന് ഹാർട്ടിലേക്ക് എത്തിക്കുന്ന ആളാണ് വെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഞരമ്പെന്ന് പറയും, ഞരമ്പ് തെറ്റാന്നാ പറയണേ, സിരകളാണെന്നാണ് പറയുന്നത്. എങ്കിലും നമുക്ക് ടോട്ടലി കാര്യം മനസ്സിലായാൽ മതിയല്ലോ, ഞരമ്പ്. ഓക്കെ, അപ്പൊ ഈ വെയിൻസിന്റെ ധർമ്മം എന്താന്ന് ചോദിച്ചാൽ ബ്ലഡ് എത്തിക്കുക എന്നുള്ളത്. ഈ ബ്ലഡ് എങ്ങനെയാ? നമ്മുടെ ശരീരത്ത് ഹാർട്ടിന് മാത്രമേ ഉള്ളൂ പമ്പിങ് സിസ്റ്റം ഉള്ള, വേറെ ഒന്നിനും പമ്പ് ചെയ്യാനുള്ള കഴിവില്ല. ഈ പമ്പിങ് സിസ്റ്റം ഹാർട്ടിന് ഉള്ള, പക്ഷെ സിരകൾക്കില്ല. പിന്നെ എങ്ങനെയാണ് ബ്ലഡ് വരുന്നത്? ഓക്കെ, അവിടെ നമ്മൾ നമ്മുടെ ന്യൂട്ടനെ ഒന്ന് മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിച്ചോട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മൾ കഴിഞ്ഞ വെൽനസ് സെമിനാറിന് വന്നപ്പോ ക്ലാസ് എടുത്ത സാറ് പറഞ്ഞിരുന്നു, ചക്ക മാങ്ങ തേങ്ങയൊക്കെ താഴോട്ട് വീഴുന്ന നിറയെ പേര് കണ്ടിട്ടുണ്ട്, പക്ഷെ ന്യൂട്ടന് മാത്രമേ തോന്നി എന്തുകൊണ്ടാ ഇത് താഴേക്ക് വരുന്നേ, സൈഡിലേക്ക് പോണില്ല, മുകളിലേക്ക് പോണില്ല, എന്താന്ന് ന്യൂട്ടനാ മനസ്സിലായേ. അപ്പോ അദ്ദേഹം പറഞ്ഞു തന്ന സിദ്ധാന്തം അല്ലെ എന്താണ്? നമുക്ക് ഭൂമിക്ക് ഒരു അച്ചുതണ്ട് ഉണ്ടെന്നോ, എന്ത് സാധനം വീണാലും ആ ഗുരുത്വാകർഷണ ബലം കൊണ്ട് താഴെ വരുമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. ഓക്കെ, അതുപോലെ തന്നെ ഈ ബ്ലഡ് മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന എന്താണെന്നറിയോ? സിരകളിലൂടെ ഈ ഗുരുത്വാകർഷണ ബലം അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് എത്തിക്കും. അപ്പൊ ഓരോ പാർട്ടിലേക്ക്, ഹാർട്ടിലേക്ക്, കിഡ്നിയിലേക്ക്, ലിവറിലേക്കൊക്കെ ഇങ്ങനെ മാറി മാറി പാസ് ചെയ്യും. ഇനി നേരെ നമ്മൾ കാലിലേക്ക് പോയിട്ട് എങ്ങനെയാ ബ്ലഡ് തിരിച്ചു കയറുന്നേ? അതാരേലും ഓർത്തിട്ടുണ്ടോ? യെസ്, അതെങ്ങനെയാന്ന് വെച്ചാ അവിടെയാണ് നമ്മുടെ മസിൽസിന്റെ പ്രാധാന്യം. നമ്മുടെ ശരീരത്ത് മസിൽ ഇല്ലാത്ത ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ച്, എലുമ്പ് മാത്രമാണ് എന്ത് ചെയ്യും, നമ്മുടെ ഷേപ്പ് ഒക്കെ ഇങ്ങനെയായിരിക്കും അല്ലെ, വെറുതെ കൈ ഇങ്ങനെ വല്ലാത്ത ഒരു ഷേപ്പ് ആയിരിക്കും. നമുക്കിങ്ങനെ കൈ മടക്കാനോ അനക്കാനോ നടക്കാനൊക്കെ പറ്റുന്ന എന്താണ്? ആ മസിൽസിന്റെ ഒരു സ്ട്രെങ്ത് അല്ലെ. അപ്പോ ഈ മസിൽ എന്ത് ചെയ്യും? നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുമ്പോ അകത്തെ സിരകൾ ടൈറ്റ് ആയിട്ടിരിക്കും. എന്നാ പമ്പ് ചെയ്യുവോ? ഇല്ല. എന്ത് ചെയ്യും? ഈ സിരകളുടെ അകത്ത് സർ ആ ഒരു ഫോട്ടോ ഫസ്റ്റത്തെ ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്യോ? അപ്പോ ഈ സിരകളില് എന്ത് ചെയ്യൂന്നറിയാവോ? വാൽവുകളുണ്ട്. എങ്ങനെ? ഇങ്ങനെ ഇരിക്കും വാൽവുകള്, കണ്ടോ? ഇങ്ങനെ ഈ വാൽവുകള് ഇത് ടൈറ്റഡ് ആയി കഴിയുമ്പോ ഈ വാൽവുകള് ഇങ്ങനെ തട്ടിക്കൊടുക്കും ബ്ലഡിനെ. അപ്പൊ നേരെ താഴേക്ക് വരാതെ ബ്ലഡ് മേളിലേക്ക് കയറി പോകും. ഇതാണ് നമ്മുടെ ബ്ലഡ് വെസൽസിലെ ഈ വാൽവുകള്. ഇനി അത് അങ്ങനെ പോകുന്ന ആ വാൽവിന് വരുന്ന പ്രശ്നമാണ് വേരിക്കോസ് വെയിൻ.
അപ്പൊ അതെങ്ങനെയാ വരുന്നേന്ന് നമുക്കറിയണ്ടേ. കുറേ കാരണങ്ങൾ കൊണ്ട്, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മസിൽസ് ലൂസ് ആകും, അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ അങ്ങനെ നഷ്ടപ്പെട്ട് കഴിയുമ്പോ എന്ത് ചെയ്യൂന്ന് അറിയാവോ? ഈ ഈ ബ്ലഡ് സിരകളിലെ ഈ ഒരു വാൽവുകള് ഇങ്ങനെ പയ്യെ ആ സെക്കൻഡ് ഫോട്ടോയും കൂടെ എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാനാ. അപ്പൊ എന്ത് ചെയ്യൂന്നറിയോ? ഈ സിരകളിലെ ഈ വാൽവ് ഇങ്ങനെ പകുതിയെ തുറന്നു കൊടുക്കുള്ളൂ, ഇങ്ങനെ പകുതി. കാരണം അതിനൊരു ആരോഗ്യം ഇല്ലാത്ത പോലെ ആയിപ്പോ. അപ്പൊ ഇങ്ങനെ പകുതി പകുതി തുറന്നു കൊടുക്കുമ്പോ എന്ത് ചെയ്യും? ബ്ലഡ് ഫുള്ളായിട്ട് മുകളിലേക്ക് പോകില്ല, പകുതി താഴേക്ക് 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 ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ, ഒഴുക്കുള്ള വെള്ളത്തില് അഴുക്കുണ്ടാവില്ല, 100% അഴുക്കുണ്ടാവില്ല. അതേസമയം ഇതാണ് കേട്ടോ ഫോട്ടോസ്, ഒന്ന് നോക്കിക്കേ. മറ്റത് ഇങ്ങനെ ശരിക്കും തുറന്നു കൊടുക്കും, ഇതെങ്ങനെയാ പതിയെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് മാറിക്കൊടുക്കും. അപ്പൊ മുകളിലേക്ക് പോണ ബ്ലഡ് ഒക്കെ ഊർന്ന് താഴേക്ക് തന്നെ വരും. അപ്പൊ കുറച്ചേ മേളിലേക്ക് പോകുള്ളൂ, എന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ അവിടെ കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല എന്നർത്ഥം. അപ്പൊ താഴേക്ക് വരുമ്പോ ഈ കെട്ടിക്കിടക്കണ വെള്ളത്തിൽ എന്ത് ചെയ്യും? അണുക്കളും അഴുക്കുകളും ഒക്കെ ഒരുപാട് ഉണ്ടാകും അല്ലെ? ജസ്റ്റ് അത് തന്നെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കാല് ആ ഒരു രൂപത്തിൽ എത്തുന്ന, വേരിക്കോസ് വെയിൻ എന്നുള്ള ഒരു ലെവലിൽ എത്തുന്നത്. മനസ്സിലായില്ലേ എന്താണ് വേരിക്കോസ് വെയിൻ എന്നുള്ളത്? മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ്, ഇതിന് കുറെ സ്റ്റേജുകൾ ഉണ്ട് കേട്ടോ. വേരിക്കോസ് വെയിന് കുറെ സ്റ്റേജുകൾ ഉണ്ട്. അതില് ഫസ്റ്റ് സ്റ്റേജ് നമ്മുടെ കാലിലൊക്കെ ചെലന്തി വല പോലെ ഇങ്ങനെ രൂപാന്തരപ്പെടും, ഞരമ്പുകള് ചെലന്തി വല പോലെ. സർ, മൂന്നാമത്തെ ഫോട്ടോസ്. അപ്പൊ ചെലന്തി വല പോലെ രൂപപ്പെടും നമ്മുടെ കാലുകളിലൊക്കെ. എന്ന് വെച്ചാൽ അപ്പൊ വേദനയോ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം കാലിന്റെ ഭംഗി പോയിട്ട് ഒരു 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 ചെറിയ ഒരു വിഷമം വരുമെന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് വേദനയൊന്നും ഫീൽ ചെയ്യില്ല. ഇത് ഫസ്റ്റ് സ്റ്റേജ്. ഇനി സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. എങ്ങനെയാണെന്നറിയോ? ഈ ഇച്ചിരൂടെ ഞരമ്പുകൾ ഒന്ന് കട്ടിയായിട്ട് നമുക്ക് ഇങ്ങനെ നിൽക്കാൻ ബുദ്ധിമുട്ട്, കാലിന് കഴപ്പ്, കടച്ചില്, ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. നമ്മൾ എവിടെ നിന്നാലും എവിടെയാണ് ഇരിക്കാൻ ചെയറുള്ളേന്ന് തപ്പും. പഴയ ആൾക്കാർ എന്താ പറയാ, നമുക്ക് കാലുണ്ടെന്ന് പോലും അറിയരുതെന്ന്, കാരണം അത്ര സ്പീഡപ്പ് ആയിരിക്കണം എന്ന്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഇരിക്കാൻ സ്ഥലമുണ്ടോ, എവിടെയാണ് ചെയർ ഉള്ളതെന്ന് നമ്മൾ തപ്പും. അത് സെക്കൻഡ് സ്റ്റേജ് ആണ്. നിങ്ങൾ ആലോചിക്കൂ, ഈ ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേരിക്കോസ് വെയിൻ മസ്റ്റ് ആയിട്ട് ഉണ്ടാകും. അങ്ങനെ ഇനി മൂന്നാമത്തെ സ്റ്റേജ് ഉണ്ട് നമുക്ക്. മൂന്നാമത്തെ സ്റ്റേജ് എങ്ങനെയാണെന്നറിയോ? കാലിന് നീർവീക്കാകും, ഇങ്ങനെ തടിപ്പ് പോലെ, ഒരു ഇൻഫ്ലമേഷൻ, ഇങ്ങനെ നീർക്കെട്ട് പോലെ വരും, വീർത്ത് വരും നമുക്കൊരവസ്ഥ. അതാണ് ഇതിന്റെ മൂന്നാമത്തെ സ്റ്റേജ്. അപ്പൊ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങും കേട്ടോ. നെക്സ്റ്റ് നാലാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട്. എന്താന്നറിയോ? ആദ്യം നമ്മുടെ കളറ് ഒരു വയലറ്റ് ചേർന്ന കളറിലേക്ക് വന്നിട്ട് അത് കഴിഞ്ഞ് നേരെ ഒരു ബ്രൗൺ കളറാകും. ഇത് ഇൻഫ്ലമേഷൻ വരുന്നതിന്റെ ഫോട്ടോസാ കേട്ടോ. യെസ്. ഇനി നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരം കളർ മാറി, ബ്രൗൺ ആയി, അത് ഏകദേശം ഒരു റെഡ് പോലെ ആയി, ഒരു ബ്ലാക്ക് എന്ന് വെച്ചാൽ ടാറിൽ മുക്കി പൊക്കിയ ഒരവസ്ഥ കാലിന് ഉണ്ടാകും. ഇപ്പൊ നിങ്ങൾ കരുതിക്കോളുക, ഞാൻ ഏത് നേരവും പൊട്ടാൻ റെഡിയാണ് എന്ന് നമ്മുടെ കാലുകൾ നമ്മളോട് പറയണതാണ്. എന്താന്നറിയോ? ഈ കളർ വരാൻ കാരണം എന്താന്നറിയോ? ഇപ്പൊ നമ്മള് വേരിക്കോസ് വെയിൻ വന്നവരെ കണ്ടിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ ഞരമ്പ് തടിച്ചു വന്നിട്ട് ഇങ്ങനെ പൈപ്പ് പൊട്ടണ പോലെ പൊട്ടി ചീറ്റുന്നത്. സെയിം അത് നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റുന്നത് കൊണ്ടാണ്. ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ വെയിൻസ് നമ്മൾ അറിയാതെ തന്നെ പൊട്ടിയിട്ട് ആ ബ്ലഡ് സ്കിന്നിനോട് ചേരുന്ന കളറാണ് ഈ കളറ്. അപ്പോ ഈ കളർ വരുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങും. യെസ്. ഇനി അഞ്ചാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട്. അഞ്ചാമത്തെ സ്റ്റേജ് എന്താണെന്നറിയോ? എന്റെ ഹസ്ബൻഡിനൊക്കെ ഉണ്ടായിരുന്നു. പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങിയാൽ മതി, ഒരു കൊതുക് കടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു കമ്പ് ഇങ്ങനെ കുത്തിയാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ്, ഇങ്ങനെ കാലിങ്ങനെ ചൊറിയും. വലിയ വ്രണമല്ല, കുഞ്ഞു തൊലി പോയിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകണ പോലെ ഇങ്ങനെ ചീപ്പൊക്കെ ഇട്ട് മാന്തുമായിരുന്നു. അപ്പോ അത്രയ്ക്ക് ചൊറിച്ചിൽ വരുന്ന ഒരവസ്ഥയാണ് അഞ്ചാമത്തെ അവസ്ഥ. എന്താന്നറിയോ? ഞാൻ പൊട്ടി, ഏത് നേരം ഏത് നിമിഷവും ഞാൻ പൊട്ടാൻ റെഡി. ഇതാണ് അഞ്ചാമത്തെ ബുദ്ധിമുട്ട്. ഇനി ആറാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട്. എന്താന്നറിയോ? വേരിക്കോസ് അൾസർ അല്ലെങ്കിൽ വേരിക്കോസ് എക്സിമ എന്നൊക്കെയാണ് ഈ ഒരു സ്റ്റേജിന് പറയുന്നത്.
എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞരമ്പ് തെറിച്ചു വരിക, പൊട്ടി ബ്ലഡ് ചീറ്റിയിട്ട് അതൊരു വ്രണമായിട്ട് മാറും, ചെറിയൊരു വ്രണമായിട്ട് മാറും. ഈ വ്രണം പിന്നെ എന്നായും ഉണങ്ങില്ല, വലുതായി 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 വലിയ വ്രണാവും. പക്ഷെ ഇത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മുടെ ഉറക്കവും പോയി ലൈഫും പോയി എന്ന് നിങ്ങൾ കണക്ക് കൂട്ടിക്കണം. കാരണം നമുക്കൊരു തുണി കൊണ്ടാലോ പുതപ്പ് കൊണ്ടാലോ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് രാത്രി പിന്നെ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല. അപ്പോ ഈ ഒരു സ്റ്റേജ് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ മദർ ഇൻ ലോയ്ക്ക്. എന്ന് വെച്ചാൽ തലേ ദിവസം ചെന്നപ്പോ ഇതുപോലെ നീർക്കെട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോ ആപ്പിള് പോലെ കാലിൽ ഫുള്ളും. നേരെ അപ്പൊ തന്നെ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് അപ്പൊ തന്നെ അവര് കാലിന്റെ ഉപ്പൂറ്റി ഭാഗത്ത് ഇങ്ങനെ വട്ടത്തി കീറി. ഞാനാണ് അടുത്ത് നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്ന് അവര് കാണിച്ചു. ഒരു ബൗള് കോഫി ബ്രൗൺ കളർ ബ്ലഡ്. എങ്ങനെ അത് അത്രയും ബ്ലഡ് അങ്ങനെ അതിന്റെ കളറ് കാണണമായിരുന്നു. അപ്പോ ഇതൊരു വല്ലാത്ത സ്റ്റേജാണ്. പിന്നെ അത് ഉണങ്ങാനായിട്ട് ഏകദേശം 1 മാസം എടുത്തു. അതിന്റെ കാരണങ്ങൾ എന്താ ഉണങ്ങാൻ വൈകുന്നേന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഏകദേശം ഇതിനൊരു 6 സ്റ്റേജാണ് നമുക്കുള്ളത്. ഇനി ഓക്കെ, നമ്മൾ സ്റ്റേജ് എന്താന്ന് മനസ്സിലാക്കി. ഇനി ഇത് എന്തുകൊണ്ടാ ഉണ്ടാകുന്ന, ഇതിന് കുറെ കാരണങ്ങൾ ഉണ്ടാവൂലോ, ഉണ്ടാവാൻ കുറെ കാരണം ഉണ്ടാവൂലോ. അതെന്താന്ന് നമുക്ക് നോക്കാം. അപ്പോ ഫസ്റ്റ് പറയുകയാണെങ്കിൽ എന്താണെന്നറിയോ, ഒബേസിറ്റി തന്നെയാണ് ഇതിന് ഫസ്റ്റ് കാരണം. ഒബേസിറ്റി, അതിന്റെ കൂടെ ഗർഭിണികൾക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകും. അതുപോലെ പീരീഡ്സ് ടൈമിലും ഉണ്ടാകും. ഈ നമ്മുടെ ഒബേസിറ്റി പറയാൻ കാരണം WHO പറഞ്ഞിട്ടുണ്ടല്ലേ, 99% അസുഖങ്ങൾക്ക് ആരാ കാരണം? നമ്മുടെ ഒബേസിറ്റി ആണ്. അപ്പോ അതേ ഒബേസിറ്റി എന്ന് വെച്ചാൽ 165 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് അതിൽ നിന്ന് 100 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന 65 ആയിരിക്കണം ഐഡിയൽ വെയിറ്റ്. അപ്പോ ഈ 65 എന്നുള്ളത് 75, 85 ഒക്കെ ആവുമ്പോ നമുക്ക് 65 കിലോയ്ക്ക് പറ്റിയ ഹാർട്ട്, കിഡ്നി, ലിവർ ഒക്കെയാണ്, കാലുകള് ഒക്കെയാണ് തന്നേക്കുന്നത്. അപ്പൊ ഇതില് വെയിറ്റ് കൂടി വരുമ്പോ എന്ത് ചെയ്യും? ഈ മസില് ബുദ്ധിമുട്ടുണ്ടേ, മസില് ലൂസായി പോവില്ലേ? മസിൽ ഇത്രയും ബ്ലഡിനെ ഇങ്ങനെ മുകളിലേക്ക് ഈ വാൽവിൽ കൂടെ തള്ളിവിടണ്ടേ? ആ ഒരു ഇഷ്യൂസ് ആണ് താഴെ വന്ന് അത്രയും ബ്ലഡ് അടിഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. സെയിം ഗർഭിണികളിലും ഇത് തന്നെയാണ് പ്രശ്നം. എന്താണെന്നറിയോ, അവര് കല്യാണം കഴിക്കുമ്പോ കറക്റ്റ് വെയിറ്റ് ആയിരിക്കും. പിന്നെ അവര് ഗർഭിണിയാകുമ്പോ ഭ്രൂണത്തിന്റെ പിന്നെ നമുക്കുള്ള ഹോർമോണൽ ചേഞ്ചുകള്, ഇതിന്റെ ഒക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് എന്ത് ചെയ്യും? ഞരമ്പ് പയ്യെ ചുരുണ്ടു വരും, കാലിന് മസിൽ പിടുത്തം, വേദന, വേരിക്കോസ് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയണേ. അപ്പോ ഒബേസിറ്റി ഒരു വലിയ വിഷയമാണ്. മുറിവ് ഉണങ്ങാത്തതും, ഈ നമ്മൾ വെയിറ്റ് കുറച്ച് വന്ന് നോക്കിയേ മുറിവുകൾ നന്നായിട്ട് ഉണങ്ങും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ജനറ്റിക്കലി, പാരമ്പര്യം. ഇപ്പൊ നമ്മള് വെയിറ്റ് ഉള്ളവർക്ക് മാത്രമാണോ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ കാണണേ? അല്ല, നമ്മള് വെയിറ്റ് കുറഞ്ഞ അണ്ടർ വെയിറ്റുകാർക്കും ഈ പ്രശ്നമുണ്ട്. ഇതെന്താ അങ്ങനെ വരുന്നേ? ഒന്നാമത്തെ കാരണം ജനറ്റിക്കൽ എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് ഉണ്ടാകും. 100% അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ, കൂടുതൽ പെണ്ണുങ്ങൾക്കാട്ടോ കാണുന്നത്. എന്താന്ന് വെച്ചാൽ അമ്മമാരിൽ കാണുന്ന നേരെ മക്കൾക്കാ കിട്ടണേ. ആ XX ആ ക്രോമസോമിനെ കൂടുതൽ വഹിക്കുന്ന ലേഡീസ് ആണ്. പിന്നെ ലേഡീസ് ഒത്തിരി ബുദ്ധിമുട്ടി പ്രസവിക്കുന്നത്, പിന്നെ ഒത്തിരി കട്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരായതുകൊണ്ട് കൂടുതൽ ലേഡീസിന് ഉണ്ടാകും എന്നോർത്ത് ജെൻസിന് ഇല്ല എന്നല്ല പറയണേ. നിന്ന് ജോലി ചെയ്യണ എല്ലാവർക്കും, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഹോട്ടൽ ജീവനക്കാരായിക്കോട്ടെ, കമ്പ്യൂട്ടർ വർക്ക് ഇരുന്ന് ചെയ്യുന്നവരായിക്കോട്ടെ, പിന്നെ എന്താ ട്രാഫിക് പോലീസ്, കുറച്ച് പട്ടാളക്കാർക്ക്, അങ്ങനെ ഇങ്ങനെ കുറേ ആൾക്കാർക്ക് ഇത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോ നമ്മള് എന്താ, പാരമ്പര്യം ഒരു വിഷയമാണ്. അമ്മയ്ക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മക്കൾക്കത് വരും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. എന്താ, അനക്കമില്ലാത്ത ജീവിത രീതി. ഇപ്പൊ ഞാൻ എന്റെ ചെറുപ്പത്തിലേക്ക് പോകും കേട്ടോ. എന്താന്നറിയോ, അരക്കണമെങ്കിൽ, കറി വെക്കണമെങ്കിൽ അമ്മിക്കല്ലിൽ അരയ്ക്കുക, ദോശയപ്പം ചുടണമെങ്കിൽ ആട്ടുകല്ലിൽ അരയ്ക്കുക, പിന്നെയോ പുട്ടൊക്കെ ഉണ്ടാക്കണ എന്ത് ചെയ്യണം? നെല്ല് കുത്തി, എങ്ങനെ ഒരല് ഉളക്കിയൊക്കെ ഉണ്ട്, നെല്ല് കുത്തി അരി വെള്ളത്തിലിട്ട് അത് ഇതുപോലെ ഇടിച്ച് പൊടിച്ചെടുക്കുന്ന ഒരവസ്ഥ. പിന്നെ വാഷിംഗ് മെഷീൻ ഇല്ല, മോട്ടർ ഇല്ല, വെള്ളം താഴേന്ന് ഇങ്ങനെ ചുമന്ന് മുകളിൽ കയറ്റണം. അപ്പൊ എന്താ, കാലിന് കിട്ടുന്ന ആ മസിലിന്റെ വലിവ്, അതൊക്കെ ഇപ്പൊ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ?
ഒരിക്കലും ഇല്ല. എല്ലാവരും എന്ത് ചെയ്യും? മിഷനറി ഹെൽപ്പ് ചെയ്തിട്ട് അതിലൂടെ ജോലികൾ ചെയ്തിട്ട് അവര് മൊബൈലൊക്കെ തോണ്ടി ഇങ്ങനെ എനിക്ക് പറ്റില്ല ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ കേറുവാണെങ്കിൽ അവര് എന്ത് പറയൂന്നറിയോ? ഒരു ദിവസം കഴിയുമ്പോ അയ്യോ എന്നെ കൊണ്ടത് പറ്റില്ല കേട്ടോ, ഭയങ്കര വേദന, എനിക്ക് ഇതൊന്നും പറ്റില്ല. എന്നാൽ ഒരാഴ്ച ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് മാറും, പക്ഷെ അവരതിന് റെഡി ആകില്ല. അങ്ങനെ അനങ്ങാതെയുള്ള ഇരിപ്പ് ഏറ്റവും കൂടുതൽ ഇത്. പിന്നെ ജോലി ചെയ്യുന്നവരുണ്ട്, എന്താ ടീച്ചേഴ്സ്, ഞാൻ പറഞ്ഞ ഈ മുകളിൽ പറഞ്ഞ എല്ലാവരും. പക്ഷെ അവരും നിന്നുകൊണ്ടുള്ള ജോലിയാ ചെയ്യുന്നേ. ഓരോ അരമണിക്കൂറിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർ എണീറ്റ് നടക്കാൻ ശ്രമിക്കുക, മസ്റ്റ്. അപ്പോ എന്നോർത്ത് എല്ലാ ടീച്ചേഴ്സിനും എല്ലാ ഈ പറഞ്ഞവർക്ക് എല്ലാവർക്കും ഇല്ല കേട്ടോ. ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് വ്യത്യാസം വരും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ബാലൻസ്ഡ് ന്യൂട്രീഷൻ. നമ്മുടെ ബാലൻസ്ഡ് ന്യൂട്രീഷന്റെ അഭാവം ഈ ഒരു വേരിക്കോസിന് ഭയങ്കര ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം വേരിക്കോസ് ഉള്ളവർ 100% വൈറ്റമിൻ ഡി ചെല്ലണം, കാൽഷ്യം ചെല്ലണം, അയൺ ചെല്ലണം. ഇത്രയും കാര്യങ്ങൾ അവർക്ക് കൂടുതൽ ചെല്ലേണ്ടതാണ്. അതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ചെല്ലണം. അവിടെ ഡോക്ടേഴ്സ് പറയും നിങ്ങൾ പ്രോട്ടീൻ യൂസ് ചെയ്യരുത് കേട്ടോ, നിങ്ങൾ പ്രോട്ടീൻ യൂസ് ചെയ്യരുത് വേരിക്കോസ് ഉള്ളവരെന്ന് പറയും. പക്ഷെ അവര് എന്ത് തരം പ്രോട്ടീനെ യൂസ് ചെയ്യരുതെന്നുള്ളത് പറഞ്ഞെന്ന് ആരും ശ്രദ്ധിക്കില്ല. പ്രോട്ടീൻ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു, അത്രയും മാത്രമേ പറയുള്ളൂ. ശരിക്കും പ്രോട്ടീൻ ഡൈജസ്റ്റ് ആവുന്ന പ്രോട്ടീൻ കഴിക്കുക. ഡൈജസ്റ്റ് ആവാത്ത കട്ടിയുള്ള പ്രോട്ടീനെ നിങ്ങൾ ഒഴിവാക്കുക. അപ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? നമ്മൾ ഡെയിലി രാവിലെ നമുക്ക് വേണ്ട ബാലൻസ്ഡ് ന്യൂട്രീഷനെ അല്ലേ നമ്മൾ കഴിക്കണേ, ഇല്ലേ? എത്ര ഈസി ആയിട്ട് നമുക്കുണ്ട് എന്ത് പ്രോട്ടീൻ ഉണ്ട്. എങ്ങനത്തെ പ്രോട്ടീൻ? സോയ ഐസൊലേറ്റഡ് പ്രോട്ടീൻ. അത് എത്ര പെട്ടെന്ന് ദഹിച്ചു പോണേ, അല്ലേ? ഈ ഫുഡ് എടുത്തു കഴിഞ്ഞാല് ആൾക്കാര് പറയും ഷോ എനിക്ക് കാലുവേദന ഇല്ല കേട്ടോ, നന്നായിട്ട് ഉറങ്ങാൻ പറ്റിട്ടോ, മുറിവ് നന്നായിട്ട് ഉണങ്ങുന്നുണ്ട് കേട്ടോ. എങ്ങനെയാ ഉണങ്ങുന്ന? ഇതൊക്കെ നമ്മുടെ കറക്റ്റ് ബാലൻസ്ഡ് ന്യൂട്രീഷൻ ചെല്ലുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഒമേഗ 3 എടുക്കുമ്പോ എന്ത് ചെയ്യും? എന്താ ചെല്ലണേ? വൈറ്റമിൻ ഡി ചെല്ലുന്നുണ്ട്. പിന്നെയോ നമ്മൾ കാൽഷ്യം എടുക്കും. അങ്ങനെ നമുക്ക് വേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ സപ്ലിമെന്റ് ആയിട്ട് എടുക്കും. അപ്പോഴാണ് നമുക്ക് കിട്ടണേ ഈ ഗുഡ് റിസൾട്ട്. മറ്റവർ എന്ത് ചെയ്യും? സാധാരണ നോർമൽ പീപ്പിൾസ് എന്ത് ചെയ്യും? മുട്ട കഴിച്ച് നിങ്ങൾ ഈ മുറിവുള്ളവര്, ഈ കാലിൽ ഒരു മുറിവുള്ളവര് ഒരു ഗ്ലാസ് ചായ വേണ്ട, ഒരു കവിള് കുടിച്ചു നോക്കിയേ, മുട്ട കഴിച്ചു നോക്കിയേ, മീനിൽ തന്നെ കുറെ ഐറ്റംസ് കഴിക്കരുത് കേട്ടോ. അയില, പിന്നെ മറ്റേ പ്രൗണ്, അങ്ങനെ ഓവർ പ്രോട്ടീൻ ഉള്ള സാധനങ്ങൾ ഡോക്ടേഴ്സ് തന്നെ അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട് നമ്മളോട്. അപ്പൊ എന്ത് ചെയ്യും? ഇവരിതൊക്കെ നന്നായിട്ട് കഴിക്കുമ്പോ എന്ത് ചെയ്യും? ഈ മുറിവ് ഉണങ്ങത്തില്ല, വീണ്ടും 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 പൊട്ടി നാശമായിട്ട് വരും. അപ്പോ നമ്മള് ഇപ്പൊ എന്താ ഈ ബാലൻസ്ഡ് ന്യൂട്രീഷൻ എന്നുള്ളത് മനസ്സിലായല്ലോ. ആദ്യം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കറക്റ്റ് ആക്കി വെക്കുക. ഏത് പ്രോട്ടീനോ ഏത് ഫുഡോ ചെന്നാൽ ദഹിക്കാൻ പാകത്തിന് ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കറക്റ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കഴിക്കണ ഫുഡ് ബാലൻസ്ഡ് ന്യൂട്രീഷനെ കറക്റ്റ് ചെയ്ത് കഴിക്കുക. 100% റിസൾട്ട് ഉണ്ടാകും. യെസ്, അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താ വെച്ചാൽ റെഗുലർ എക്സർസൈസ്. നമ്മള് റെഗുലർ ആയിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് പറയാണ്, ഫസ്റ്റ് ഒക്കെ മൈഗ്രെയിൻ ഒരു വലിയ വിഷയമായിരുന്നു. എന്താന്ന് ചോദിച്ചാൽ ഇപ്പോഴാണ് ഞാൻ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നത്. എന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പറേ അല്ലായിരുന്നു. ദഹിക്കാൻ ഒരു കറക്റ്റ് ഉള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലായിരുന്നു. ഞാൻ വാരി വലിച്ച് കഴിക്കുമായിരുന്നു. അപ്പൊ എന്ത് ചെയ്യും? നേരെ എനിക്ക് ഗ്യാസ് ട്രബിൾ പോലെ തോന്നിയിട്ടാണ് തലവേദന സ്റ്റാർട്ട് ചെയ്യണേ. അപ്പൊ മൈഗ്രെയിൻ ഉള്ളവര് ശ്രദ്ധിച്ചോ, ഇൻഡസ്ട്രെയിൻ കറക്റ്റ് അല്ലെങ്കിൽ 100% മൈഗ്രെയിൻ ഉറപ്പാണ്. അതുപോലെ തന്നെ ആ വയറിലെ ഇഷ്യൂസ് മാറിക്കഴിഞ്ഞപ്പോ, അതിനു മുമ്പുള്ള എന്റെ വിഷയം എന്ന് വെച്ചാൽ ശരീരത്തിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ചെലന്തി വല പോലെ. എന്നിട്ട് പീരീഡ്സ് ടൈമില് ഞരമ്പ് ചുരുണ്ടിട്ട് വേദനയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരുമണം, നന്നായിട്ട് ഇട്ട് തിരുമിയാൽ മാത്രമേ ഇത് മാറുള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്താണെന്ന് അറിയോ? എന്ന് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബാലൻസ്ഡ് ന്യൂട്രീഷൻ എടുക്കുന്നുണ്ട്, വർക്കൗട്ട് ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ അറിയാം. ഞാൻ ഇപ്പൊ ഷോപ്പില്, എനിക്ക് ടെക്സ്റ്റൈൽ ഷോപ്പാണ്, ഷോപ്പിൽ നിൽക്കുമ്പോ പോലും ഞാൻ എന്ത് ചെയ്യുന്നറിയോ? കാലൊന്ന് വലിച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വെച്ചോണ്ടേ നിൽക്കുള്ളൂ. കാല് വലിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. എന്തിനാ വെച്ചാൽ എനിക്ക് ഞരമ്പിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അത്രയും വിഷമിച്ചിട്ടുണ്ട്. വർക്കൗട്ട് അപ്പൊ എന്തിനാന്നറിയോ? ഈ ഞരമ്പുകളെ
വലിച്ച് നിർത്താനും നമ്മുടെ ഈ ഒരു മസില്, നേരത്തെ പറഞ്ഞ പോലെ മസിൽ സ്ട്രെങ്ത് ആവാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയോ? വർക്കൗട്ട്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഡോക്ടർമാര് പ്രോട്ടീൻ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യം അല്ലേ? നമ്മൾ പ്രോട്ടീൻ ഒഴിവാക്കി. ഇപ്പൊ 65 കിലോ ഉള്ള ഒരാൾക്ക് പെർ ഡേ 65 ഗ്രാം പ്രോട്ടീൻ വേണം. നമുക്ക് കിട്ടാതെ വരുമ്പോ എന്ത് ചെയ്യും? മസിൽ ലൂസ് ആവും, വീണ്ടും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യത്തേ ഉള്ളൂ. അതിനാണ് നമ്മള് നല്ല പ്രോട്ടീൻ, ദഹിക്കാൻ എളുപ്പമുള്ള പ്രോട്ടീനെ യൂസ് ചെയ്യാൻ പറയണേ. അതുപോലെ തന്നെ വർക്കൗട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്ക് അറിഞ്ഞു തരുന്നുണ്ട് 1 മണിക്കൂറത്തെ വർക്കൗട്ട് ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി തരുന്നുണ്ട്, പക്ഷെ നമ്മളത് ചെയ്യില്ല. എന്താ? ഒന്ന് മടി, ആ സമയത്താണ് ഓർക്ക, ഇല്ലെങ്കിൽ മേല് വേദന, ഇങ്ങനെ. എന്നിട്ട് ഇത്രയും വലിയ ഇഷ്യൂസ് വന്നു കഴിയുമ്പോ എന്ത് ചെയ്യുമെന്നറിയോ? നേരെ ഡോക്ടറെ കാണാൻ പോകും. ഡോക്ടറെ കാണാൻ പോയിട്ട് ആ ഡോക്ടർമാർ എന്ത് പറയും? മാക്സിമം വെയിറ്റ് കുറയ്ക്കാനേ അവര് പറയുള്ളൂ. രണ്ടാമത്തെ, അവർ ആ ഞരമ്പിനെ കട്ട് ചെയ്യും. ആ പ്രശ്നമുള്ള ഞരമ്പിനെ കട്ട് ചെയ്ത് കളയും. അല്ലെങ്കിൽ ആ സ്കിൻ പ്രോബ്ലം ഉള്ള സ്ഥലത്ത് വേറെ ദശ എടുത്ത് പിടിപ്പിച്ചു കൊടുക്കും. ഇതെങ്ങനെ പിടിപ്പിച്ചാലും എത്ര കാശ് കളഞ്ഞാലും 100% ഇത് നിങ്ങൾ മരിക്കുന്നവരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാരണം അതിന്റെ വെയിൻസ് അവിടെ കിടക്കുക, വേര് അവിടെ കിടക്കുവാണ്. ആ വേര് പോകാത്തിടത്തോളം 6 മാസം കഴിയുമ്പോ ഇത് വീണ്ടും വീണ്ടും നമ്മളെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഉറക്കമില്ലാണ്ടാകും, മക്കളോട് ദേഷ്യം, വെറുപ്പ്, അങ്ങനെ ആകെപ്പാടെ ടോട്ടലി പ്രശ്നം. നമ്മൾ കൺട്രോൾ ചെയ്താലോ ലൈഫ് ഹാപ്പി ആയിട്ട് പോകും. ഓക്കെ, ഇനി നെക്സ്റ്റ്, അതുപോലെ ഓയിൽ മസാജും ഒരു ഗുണം ചെയ്യൂ കേട്ടോ. പണ്ടൊക്കെ ആൾക്കാർ എന്ത് ചെയ്യൂന്ന് അറിയോ? ഓയിൽ മസാജ് ചെയ്യൂല. ഈ കർക്കിടക മാസമൊക്കെ ആയ ഒരു ഉഴിച്ചിലൊക്കെ നടത്തും. വേണ്ട, ഉഴിച്ചിലിന് പോകാൻ പറ്റാത്തവരാണ്. എന്റെ അപ്പൂപ്പനൊക്കെ ചെയ്യൂ. എന്താന്നറിയോ? ഇങ്ങനെ എണ്ണ വെച്ച് ഇങ്ങനെ എന്നും വൈകിട്ട് കുളിക്കുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ എണ്ണ ഇട്ട് ഇങ്ങനെ തേച്ചോണ്ടേയിരിക്കും. എന്തിനാന്നറിയോ? ആ ബോഡി ഒന്ന് ഫിറ്റ് ആവാനായിട്ട്, ആ മസിലൊക്കെ ഒന്ന് സ്ട്രോങ് ആയി കുളിക്കുമ്പോ ഒരു ഉഷാറായിട്ട് വരാനായിട്ട്. അപ്പൊ അതൊന്നും ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഉള്ള കാര്യമേ അല്ല. ഈ കുറെ ഇഷ്യൂസ് ആണ് എന്താണ് നമ്മളെ വേരിക്കോസ് വെയിനിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വേരിക്കോസ് വെയിന്റെ ബുദ്ധിമുട്ടുകൾ. അതുപോലെ നമ്മള് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്നാ വെച്ചാൽ, ഈ വേരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാല് ഫസ്റ്റ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുക. എന്ന് വെച്ചാൽ ഡൈജസ്റ്റീവ് സിസ്റ്റം കറക്റ്റ് അല്ലെങ്കിലാണ് നേരെ അത് വേരിക്കോസിലേക്ക് പോണേ. കാരണം വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഒക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം അല്ലെ? അത് ബ്ലഡിൽ ഓരോ പാർട്ടിൽ ഏതൊക്കെ അവയവങ്ങൾക്കാണോ വേണ്ട അവിടെ എത്തിക്കണം. അതിന് ആള് റെഡി അല്ലെങ്കിൽ എങ്ങനെയാണത് സ്കിന്നിനെ അഫക്റ്റ് ചെയ്യണേന്ന് അറിയോ? ഈ പ്രോട്ടീൻ. അപ്പൊ ഇവര് കഴിക്കുന്ന ഫുഡിനകത്ത് ഹൈ പ്രോട്ടീൻ അങ്ങ് ചെല്ലും. ഇതിനെ ദഹിപ്പിക്കാനായിട്ട് പാൻക്രിയാസ് വർക്ക് ചെയ്യണില്ല, സിസ്റ്റത്തിൽ ഒന്നും വർക്കല്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ വരുന്ന പ്രോട്ടീൻ നേരെ ബ്ലഡിലേക്ക് വന്നിട്ട് സ്കിന്നിൽ വന്ന് പൊട്ടാൻ റെഡി ആയിട്ട് നിൽക്കും. കാരണം ഇത് എവിടെയെങ്കിലും പൊട്ടിപ്പോയേ പറ്റുള്ളൂ ഇവർക്ക്. ഉടനെ സ്കിന്നിൽ വിള്ളല് വരും, നേരെ പൊട്ടി പുറത്തേക്ക് വരും. അപ്പോ നമ്മള് ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ഇപ്പൊ ഞാൻ പറയുന്ന ഇതിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇത് വന്നു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് ക്രിയാറ്റിൻ കൂടും, യൂറിക് ആസിഡ് കൂടും. പിന്നെയോ നമ്മുടെ ഫങ്ഷൻസ്, നമ്മുടെ ബോഡിയുടെ ഓരോ ഫങ്ഷൻസും എന്ത് ചെയ്യും? തകിടം മറിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ എപ്പോഴും എന്ത് വേണം? നമ്മുടെ ലൈഫ് സ്റ്റൈല് കറക്റ്റ് ആക്കി എടുക്കാൻ ശ്രമിക്കണം. അതിന് നമ്മുടെ കമ്മ്യൂണിറ്റി സൂപ്പർ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം നമുക്ക് തന്ന പ്രോഡക്റ്റുകളാ. എന്നാലും ഒരു അമേസിങ് പ്രോഡക്റ്റ് ഉണ്ട്. എന്താന്നറിയോ? നൈറ്റ് വർക്ക്. എത്ര പേര് യൂസ് ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല. നൈറ്റ് വർക്കിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാ, നമ്മുടെ ലൂയിസ് ഇഗ്നാരോ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് 40 വർഷത്തെ റിസർച്ചിനൊടുവിൽ കണ്ടുപിടിച്ചതാണ്. നമ്മുടെ ബോഡിയിൽ ഏകദേശം ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നൈട്രിക് ഓക്സൈഡിന്റെ ഉൽപാദനം നിൽക്കും. ഈ നൈട്രിക് ഓക്സൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബ്ലഡ് വെസൽസിനെ ഇങ്ങനെ വിടർത്തി കൊടുക്കാനും ബ്ലഡ് സർക്കുലേഷൻ സ്പീഡിൽ നടക്കാനും നൈറ്റ് ടൈമുകളിൽ കേട്ടോ ഇങ്ങനെ നടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോഴാണ് സിരകൾക്ക് ആരോഗ്യമൊക്കെ ഉണ്ടാവുന്നത്. ഈ സമയത്ത് സെല്ലുകൾ ബ്രൈറ്റ് ആവാനൊക്കെ നമുക്ക് വേണം. പക്ഷെ ഇത് ഇല്ലാതെ ആയി പോണ ഒരവസ്ഥയുണ്ട്.
അപ്പൊ നമ്മുടെ നൈറ്റ് വർക്ക് എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു സ്പൂൺ എടുത്ത് 1/4 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നിങ്ങളൊന്ന് കുടിച്ചു നോക്കിയേ. അതിന്റെ കൂടെ വേണമെങ്കിൽ സ്ലീപ്പ് എൻഹാൻസർ കൂടി ചേർത്താൽ സൂപ്പറായിട്ട് ഉറങ്ങാൻ പറ്റും. ഇതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്താണെന്നറിയോ? നൈട്രിക് ഓക്സൈഡിന് ഇതിനകത്ത് അർജൈൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അത് നേരിട്ട് ചെന്ന് വൈറ്റമിൻ C, D, E ഈ ഒരു വൈറ്റമിൻസുമായിട്ട് ചേർന്ന് എന്തുണ്ടാകും? നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകും. എന്നിട്ട് ഞരമ്പിനെ വികസിപ്പിച്ച് ബ്ലഡ് സർക്കുലേഷൻ ഈസി ആക്കും. അപ്പൊ വരുന്ന ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആവും. എന്തിനാ നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം? ബോഡിയുടെ എല്ലാ പാർട്സിനെയും ഹെൽത്തി ആയിട്ട് വെക്കാൻ ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു കാരണക്കാരാണ്. അപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആവും, നമ്മുടെ ഹാർട്ട് ഓക്കെ ആവും, നൈറ്റിൽ ഉണ്ടാവുന്ന അറ്റാക്ക് മസ്റ്റ് ഒഴിവാകും. പിന്നെ നമുക്കുള്ളത് എന്താണെന്നറിയോ? പ്രഷർ, ഷുഗർ ഉള്ളവർക്ക് വരെ ഇത് യൂസ് ചെയ്യാൻ സൂപ്പറാ, നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നമുക്ക് പറഞ്ഞ പോലെ വിറ്റമിൻ C, D, E അങ്ങനത്തെ വൈറ്റമിൻസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. അപ്പോ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടി കണ്ടുപിടിച്ച ലൂയിസ് ഇഗ്നാരോയ്ക്ക് ഒരു താങ്ക് യു. പിന്നെ ഇത് നമുക്കായിട്ട് കൊണ്ടുതന്ന നമ്മുടെ സിസ്റ്റത്തിനും ഒരു താങ്ക് യു. ഇത്രയും അമേസിങ് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ വേരിക്കോസ് വെയിനും വെച്ച് നടക്കാൻ പറ്റാതെ വലിച്ച് എങ്ങോട്ട് പോകും? ഹോസ്പിറ്റലിലേക്ക് പോകും. എന്നിട്ട് ഓപ്പറേഷൻ, കട്ട് ചെയ്യല്, പിന്നെ 6 മാസം കഴിയുമ്പോ പോകും. ഇങ്ങനെ നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ നമുക്കൊരു തീരുമാനം എടുക്കാം. ഗുഡ് ന്യൂട്രീഷൻ എടുത്തുകൊണ്ട്, ബാലൻസ്ഡ് ന്യൂട്രീഷൻ അല്ലെ, അത് എടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരോഗ്യമായിട്ട് വെക്കാന്ന്. അങ്ങനെ ഒരു ഇഷ്യൂസുമായിട്ട് കടന്നു വന്ന ആളാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക്. വരുമ്പോ ശക്തമായ മൈഗ്രെയിൻ, വേരിക്കോസിന്റെ ഇഷ്യൂസ്, പീരീഡ്സ് പ്രോബ്ലം, യൂട്രസിൽ വലിയൊരു മുഴ. എന്തിനാ ജീവിക്കണേ? എന്റെ മക്കളുണ്ടല്ലോ, അവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുന്നത്. അപ്പോ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന റീന അമ്മയ്ക്കും, അതുപോലെ എന്നെ ഈ സിസ്റ്റത്തിൽ ഇതുപോലെ ക്ലിയർ ആക്കി തന്ന എന്റെ കോച്ച് ബബി മാം ആൻഡ് രതീഷ് സർ, അതുപോലെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന സീനിയർ കോച്ചസ് ഷറീഫ് സർ ആൻഡ് സോഫിയ മാം, പിന്നെ എല്ലാ സീനിയർ ലീഡേഴ്സിനും സീനിയർ കോച്ചസിനും ഒക്കെ ഒരുപാട് താങ്ക് യു. പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന മാഡത്തിനെയും സാറുമാരെയും ഒന്നും മറക്കാൻ പറ്റില്ല. അവരത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്, അവർക്കൊരു താങ്ക് യു. പിന്നെ ഇതിന്റെ ബാക്ക് സ്റ്റേജ് ഉണ്ടല്ലേ, അവരില്ലെങ്കിൽ നമ്മളില്ല, ഇതൊന്നും കേൾക്കാൻ പറ്റില്ല, അവർക്കും ഒരു ബിഗ് താങ്ക് യു. പിന്നെ എന്നെ ഇതുപോലെ ക്ലാസ് എടുക്കാനും കാര്യങ്ങളെ തിരിച്ചറിയിക്കാനും എന്നെ വളർത്തിയെടുത്ത സിസ്റ്റം ലീഡർ രാജ്കുമാർ സാർ ആൻഡ് കവിത മാഡത്തിനും പിന്നെ താങ്ക് യു സിസ്റ്റം, താങ്ക് യു മാർക്യൂസ്, താങ്ക് യു സോ മച്ച്. ഇതാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കണു. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ റിസൾട്ട് ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറ. വേരിക്കോസ് ഉള്ളവരോ അല്ലെങ്കിൽ ആ മുറിവ് ഉണങ്ങാത്തവരോ ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് പറയാം. അത് മറ്റുള്ളവർക്കൊരു ഹെൽപ്ഫുൾ ആവും. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഓക്കെ, എന്റെ പേര് റസിയ നൗഷാദ്. ഞാൻ പെരുമ്പാവൂർ ഓടക്കാലിൽ നിന്നാണ് കണക്ട് ആയിട്ടുള്ളത്. എനിക്കിപ്പോ മാം ക്ലാസ് എടുത്തതുപോലെ വെരിക്കോസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു 11 കിലോ എക്സസ് വെയിറ്റ് കാരണം തന്നെയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വെയിറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ബിഫോർ ഒരു 3 വർഷം ഇറഗുലർ പീരിയഡ്സിന് മെഡിസിൻ എടുത്തോണ്ടിരുന്ന ആളായിരുന്നു. അതായത് ഇപ്പോ ഒരു വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 തവണയോ ആണ് പീരിയഡ്സ് ഉണ്ടാവുന്ന ഒരു സംഭവം, ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതിന് അലോപ്പതി ആയിട്ടും ഹോമിയോ ആയിട്ടൊക്കെ ഒരുപാട് കഴിച്ചിരുന്നു. പക്ഷെ ഞാൻ ഒരു ഡെയിലി ബേസിൽ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ പുറത്ത് പോകുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ്സ് ധരിക്കാൻ വേണ്ടിയിട്ടാണ് അധികം ഈ ഒരു വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചത്. അപ്പോ വെയിറ്റ് കുറഞ്ഞ പ്രോസസ്സിൽ 2 മാസം കൊണ്ട് എന്റെ 11 കിലോ വെയിറ്റ് എനിക്ക് കുറയ്ക്കാൻ സാധിച്ചു. അപ്പൊ ആ ഒരു സമയത്ത് എനിക്കുണ്ടായിരുന്ന ഹെൽത്ത് ഇഷ്യൂസ് ആയപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറഗുലർ പീരിയഡ്സിന്റെ പ്രോബ്ലം കറക്റ്റ് ആയിട്ട് നോർമലിലേക്ക് വന്നു. കാരണം ആദ്യത്തെ മാസം പീരിയഡ്സ് കറക്റ്റ് ആയപ്പോ ഞാൻ വിശ്വസിച്ചില്ല. കാരണം ഒരു വെയിറ്റ് കുറയ്ക്കാൻ വരുമ്പോ ഇങ്ങനെയൊക്കെ മാറുമെന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നീട് കണ്ടിന്യൂസ്ലി എന്റെ എക്സസ് വെയിറ്റ് കുറയുന്ന പ്രോസസ്സിൽ എല്ലാ മാസവും എനിക്കത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നടന്നു വന്നപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിച്ചു.
മാത്രമല്ല ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓഫീസ് വർക്കും ഫീൽഡ് വർക്കും ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ തീരെ വെള്ളം കുടിക്കില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കലശലായിട്ട് യൂറിനറി ഇൻഫെക്ഷന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ വെയിറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കണമെന്ന് കോച്ച് പറഞ്ഞപ്പോ കോച്ചിന്റെ നിർദ്ദേശപ്രകാരവും കോച്ചിന്റെ നിർബന്ധ പ്രകാരവും ഞാൻ എന്ത് ചെയ്തു, വെള്ളം കറക്റ്റ് ആയിട്ട് എന്റെ വെയിറ്റിനനുസരിച്ചിട്ട് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ യൂറിനറി ഇൻഫെക്ഷൻ ഇന്നിപ്പോ 2.5 വർഷമായിട്ട് ഈ ന്യൂട്രീഷൻ ഫാമിലിയിൽ നല്ല രീതിയിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ 2.5 വർഷവും അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം എല്ലാ ദിവസവും വെള്ളം എന്റെ ആവശ്യമായിട്ട് ഞാൻ കുടിക്കാറുണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് ഇപ്പോ മാം പറഞ്ഞതുപോലെ വെരിക്കോസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് വേറൊരു പ്രശ്നം കൂടി ഉണ്ട്, തുമ്മുന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം രാവിലെ ഒരു 5 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റാൽ പോലും എനിക്ക് തുമ്മലായിരുന്നു. അതുപോലെ പൊടി അടിച്ചു കഴിഞ്ഞാൽ അധികം എന്തെങ്കിലും ഡസ്റ്റിന്റെ എന്തെങ്കിലും പ്രോബ്ലം, എന്തെങ്കിലും ഒരു ക്ലീനിങ്ങോ കാര്യങ്ങളോ ചെയ്ത് അപ്പോഴും എനിക്ക് തുമ്മലുണ്ടായിരുന്നു. പക്ഷെ അത് എപ്പോ മാറിയെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് പിന്നീട് കുറെ എപ്പോഴോ ആരോ റിസൾട്ട് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു എനിക്കും ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല, എനിക്കും അത് മാറി. അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് വളരെ വലിയൊരു അത്ഭുതമാണത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു മേജർ പ്രോബ്ലം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ ഒരു വെരിക്കോസിന്റെ പ്രോബ്ലം മാറിയെന്ന് തന്നെ റിയലൈസ് ചെയ്യുന്നത് പിന്നീട് എപ്പോഴോ എന്റെ ഫോണൊന്ന് മാറ്റിയ സമയത്ത് എന്റെ ഗൂഗിളില് സേവ് ചെയ്തിരുന്ന ഫോട്ടോയാണ് എന്റെ ബിഫോർ ഉള്ള ഈ ഒരു വെരിക്കോസിന്റെ ഫോട്ടോ. കാരണം ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് വന്ന സമയത്ത് പോലും അങ്ങനെ ഒരു പ്രോബ്ലം മാറുമെന്നോ അങ്ങനെയൊന്നും മനസ്സുകൊണ്ട് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് എപ്പോഴോ ഇപ്പൊ ഇത് കഴിഞ്ഞ വർഷമാണ് എനിക്ക് ഒരു ഫോട്ടോ എന്റെ കൈകളിലേക്ക് കിട്ടിയത്. കാരണം ദൈവത്തിന്റെ വലിയൊരു എന്താ പറയാ ഒരു കയ്യൊപ്പ് എന്റെ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഒരിക്കലും എന്റെ കൈകളിലേക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ആ ഒരു ഗൂഗിൾ ഫോട്ടോ എനിക്ക് കിട്ടിയപ്പോ എന്റെ കാല് ഇങ്ങനെ ആയിരുന്നല്ലോ ഇരുന്നതെന്ന് അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അതിനുശേഷം പിന്നീട് ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ എനിക്ക് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ വന്ന് റിസൾട്ട് എടുത്ത് ഇന്ന് ഹെൽത്തി ആയപ്പോ. അപ്പോ വളരെയധികം ഹാപ്പിയാണ്. ഇത്രയധികം മാറ്റങ്ങൾ, ഒരൊറ്റ വെയിറ്റ് ലോസിൽ ഇത്രയധികം മാറ്റങ്ങൾ വന്നപ്പോ അപ്പൊ എന്റെ ഈ റിസൾട്ട് കണ്ടിട്ട് ഹസ്ബൻഡ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇത്രയും കാര്യങ്ങളുള്ള ഒരു ഭാര്യ തീർച്ചയായിട്ടും ആരോഗ്യവതിയാകുമ്പോൾ ഭർത്താവ് ശരിക്കും വിശ്വസിക്കും. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ഏറ്റവും അടുത്ത ആളാണല്ലോ. അപ്പൊ ആൾക്ക് മാം പറഞ്ഞതുപോലെ മൈഗ്രെയിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് 14 വർഷത്തില് 11 വർഷവും ഒരു ദൂരേക്ക് ഒരു ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു അധികം ആളൊരു പ്രൊഫഷണൽ ഒരു ഡ്രൈവറാണ്. മാത്രമല്ല എനിക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ആളുടെ ആ ഒരു പ്രോബ്ലം കൊണ്ട് മാത്രം നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ റിസൾട്ട് കണ്ടിട്ട് 20 ദിവസം കൊണ്ട് 7 കിലോ വെയിറ്റ് കുറഞ്ഞ പ്രോസസ്സിൽ ഇന്ന് ഈ 2.5 വർഷമായിട്ട് മൈഗ്രെയിൻ ഇഷ്യൂസ് അദ്ദേഹത്തിന് ഇല്ല. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മൈഗ്രെയിൻ ഒന്നും അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തലയിൽ തുണി ഇങ്ങനെ വലിച്ചു മുറുക്കി കെട്ടണം. അങ്ങനെ കെട്ടിയിട്ട് ഒരു ഇരുട്ട് റൂമിൽ ഇരിക്കുന്ന ഒരു രീതിയായിരുന്നു. കാരണം ഫാമിലി അറ്റ്മോസ്ഫിയർ തന്നെ ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇന്ന് ആ ഒരു 2.5 വർഷമായിട്ട് അതും ഞങ്ങളുടെ ലൈഫിൽ വളരെ ഹാപ്പി മൊമെന്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോ എനിക്ക് ഇതിൽ പറയാനുള്ളത്, എന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത എന്റെ ഗ്രേറ്റ് കോച്ച്, എന്നെ 3 മാസം കറക്റ്റ് ആയിട്ട് റിസൾട്ട് എടുക്കാൻ സഹായിച്ച എന്റെ കോച്ചിനാണ് ആദ്യം ഞാൻ താങ്ക്സ് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഇതിനായിട്ട് ഹെൽപ്പ് ചെയ്ത, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് റിസൾട്ട് ഒക്കെ വരാൻ നേരത്തും എന്നെ പൂർണ്ണമായിട്ടും ഹെൽപ്പ് ചെയ്ത എന്റെ മറ്റു കോച്ചസ്, സക്കീർ സാർ, ഷെമിന മാം, അതുപോലെ തന്നെ മനോജ് കുമാർ സാർ, സവിത മാം, അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞല്ലോ ഈ ഒരു ഫുഡ് നമ്മുടെ അടുത്തേക്ക് എത്താൻ കാരണക്കാരനായ നമ്മുടെ രാജ് സാറിനും കവിത മാമിനും ഫ്രം ദ ഹാർട്ടിൽ ഞാൻ താങ്ക്സ് പറയാണ്. അതുപോലെ ഈ ഫുഡ് കണ്ടുപിടിച്ച ആൾക്കും മിസ്റ്റർ മാർക്യൂസ് സാറിനും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നന്ദി ഞാൻ പറയുന്നു. താങ്ക് യു. ഞാൻ എന്താ പറയാ, ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യാതിരുന്ന ആ ഫേസിലെ സന്തോഷത്തോടെ ആ ഒരു റിസൾട്ട് എല്ലാം പറയുമ്പോഴേ എന്താന്ന് വെച്ചാൽ ഞാൻ റിസൾട്ട് പറയുമ്പോഴേ എനിക്ക് ഇത്ര സന്തോഷമാണ്. കാരണം ഒത്തിരി റിസൾട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ മൈഗ്രെയിൻ ഒക്കെ അനുഭവിച്ചവർക്ക് മാത്രം അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് അറിയുള്ളൂ. ഹൈ സൂപ്പർ ഹെൽത്തി ഫാമിലി സൂപ്പർ. അപ്പൊ ആ റിസൾട്ട് പറയാനുള്ള, ആ പ്യുവർ റിസൾട്ട് ആണോ നമ്മൾക്ക് കിട്ടിയത്, അത് പറയാനുള്ള ഇൻട്രസ്റ്റ് ഭയങ്കര. അപ്പൊ ശല്യപ്പെടുത്താതിരുന്നതാണ്. സൂപ്പർ, അടിപൊളി. താങ്ക് യു. നെക്സ്റ്റ്. ഗുഡ് മോർണിംഗ്. ഞാൻ പൊന്നാനിയിൽ നിന്ന് മാറഞ്ചേരി പുറങ്ങ്. എന്റെ പേര് രവീന്ദ്രൻ. വയസ്സ് 63. 34 വർഷമായിട്ട് ഷുഗർ. അതിലിടയ്ക്ക് 14 3 ബ്ലോക്ക് വന്ന്, 21 2 ബ്ലോക്ക് വന്ന്. ഇപ്പൊ ഞാൻ ഗുളിക ഇൻസുലിനും കൂടിയിട്ടാണ് പോകുന്നത്. ഒരു 6 മാസമായി ഇപ്പൊ ഇൻസുലിനായിട്ട് വന്നു. ഇപ്പൊ ഈ
മുക്കാല സ്കൂളിൽ നിന്ന് ഞാൻ പണി എടുക്കുമ്പോഴാണ് നമ്മളെ കോച്ചിനെ കണ്ടുമുട്ടിയത്. അപ്പൊ അവിടുന്ന് പറഞ്ഞ് അത്താണിക്ക് ഓഫീസുണ്ട്, അവിടെ വന്നു കഴിഞ്ഞാൽ വിവരങ്ങളൊക്കെ അറിയാം. ഞാൻ അവിടെ വന്ന് ഈ ഫുഡ് കഴിക്കൽ തുടങ്ങിയതിന്റെ ശേഷം 10 ദിവസം കഴിഞ്ഞേക്ക് 112 28 ദിവസം കഴിഞ്ഞേക്ക് 104 ഒരു മാസം കഴിഞ്ഞേക്ക് 77 അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞ് പൊന്നാനി ഡോക്ടറെ പോയി കാണാം. അവിടെ പോയപ്പോ എന്നോട് ചോദിച്ച് ഗുളിക ഇൻസുലിനും കൂടി കഴിച്ചിട്ടാണോ രണ്ടാമത് ഷുഗർ ചെക്ക്. അപ്പൊ പറഞ്ഞ് അപ്പൊ ഇത് ഇൻസുലിൻ കുറച്ച് ദിവസം കൊണ്ട് കഴിക്കാൻ പറഞ്ഞ് അത് കഴിച്ചുകൊണ്ടിരിക്കുക. അതിലേക്ക് എനിക്ക് ഉറക്കണ്ടാവില്ല, അത് ഒരു വിധം ക്ലിയറായി കിട്ടി. ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന എനിക്ക് മലമായിരുന്നു. 2 ദിവസം 3 ദിവസം കൂടുമ്പോ